സർ, ഈ ഇന്ത്യൻ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഐശ്വര്യ റായ് ആണ്. ഐശ്വര്യ റായ് സാധാരണ കാൻ ഫെസ്റ്റിവലിലൊക്കെ മിക്കവാറും നമ്മൾ കാണാറുണ്ട്. പക്ഷേ പതിവിലും വിപരീതമായിട്ട് ഇത്തവണ ചന്ദന നിറമുള്ള സാരിയൊക്കെ അണിഞ്ഞ് നെറുകയിൽ സിന്ദൂരമൊക്കെ തൊട്ട് അതീവ സുന്ദരിയായി ഒരു ഇന്ത്യൻ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന തരത്തിലാണ് ഐശ്വര്യ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഐശ്വര്യ വളരെ വ്യക്തമായൊരു സന്ദേശം ഇതിലൂടെ രാജ്യത്തിന് നൽകുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്, സൈന്യത്തിന് എൻ്റെ പരിപൂർണ പിന്തുണ. രാജ്യം മുഴുവനും ആ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ നേടിയ വിജയത്തിൽ അഭിമാനം കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ മാറി നിൽക്കാനോ? ലോകത്തിന് മുന്നിൽ ഞാൻ ഇന്ത്യൻ പാരമ്പര്യം, ഇന്ത്യൻ വിജയം, ഇന്ത്യൻ അഭിമാനം ഒക്കെ ഞാനിതാ പ്രദർശിപ്പിക്കുകയാണ്. ഞങ്ങൾ എന്നു മാത്രമല്ല ഭീകരതയോടൊരു കാരണവശാലും സന്ധി ചെയ്യില്ല എന്ന സന്ദേശവും ഐശ്വര്യ ഇതിലൂടെ നൽകിയിരിക്കുകയാണ്. വളരെ വ്യക്തമാണ്. ആ ചന്ദന നിറത്തിലുള്ള സാരിയും ആ സീമന്തരേഖയിലെ സിന്ദൂരവും വിളിച്ചോതുന്നു ഇന്ത്യൻ സ്ത്രീകളെ, ഇന്ത്യൻ പാരമ്പര്യത്തെ, ഭാരതീയ നാരീ ശക്തിയെ ഇതാ ലോകത്തിന് മുന്നിൽ ഞാൻ പ്രദർശിപ്പിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ ഒരു ശക്തിക്കും ജയിക്കാൻ കഴിയില്ല. ലോകത്തുള്ള എല്ലാ അക്രമവും, എല്ലാ ഭീകരതയും ഇന്ത്യൻ നാരീശക്തിക്ക്, ഭാരതീയ നാരീശക്തിക്ക് മുന്നിൽ അടിയറവ് പറയും എന്നാണ് ഐശ്വര്യ ആ ഒരൊറ്റ വേഷവിധാനത്തിലൂടെ കാൻ ഫെസ്റ്റിവലിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം. ഐശ്വര്യ ഈ ചന്ദന നിറത്തിലുള്ള സാരി നിർമ്മിച്ചിരിക്കുന്നത് കദ്വ ബനാറസി, കൈത്തറി ഇതാണ്, ഉൽപ്പന്നമാണത്. കദ്വ ബനാറസി എന്ന് പറയുന്ന ഒരു സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെറുകയിലെ ആ സിന്ദൂരത്തെ എടുത്ത് കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വേഷമാണ്. ആ ചന്ദന നിറത്തിലുള്ള സാരിയും ഈ നെറ്റിയിലെ സിന്ദൂരത്തെ കൂടുതൽ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ വളരെ ശരിക്കും ആ നമ്മുടെ ഭാരതീയ പാരമ്പര്യം വിളിച്ചോതുന്ന വസ്ത്രധാരണവും പ്രകടനവുമാണ് ഐശ്വര്യ അവിടെ നടത്തിയത് എന്ന് മാത്രമല്ല, അതിന് വലിയ തോതിൽ ജനപിന്തുണ. സോഷ്യൽ മീഡിയയിലേക്ക് ഐശ്വര്യയെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലാണ് കമൻറ്റുകൾ വരുന്നത്, അത് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ശരിക്കും ആ ഒരു ദൃശ്യം വൈറലായിരിക്കുകയാണ്. കാരണം ലോകത്തിന് മുന്നിൽ നമ്മളിപ്പോൾ അറിയാം, നിരവധി രാജ്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, നമ്മൾ എങ്ങനെയാണ് അത് വിജയിച്ചത്, അതിനുള്ള ഓപ്പറേഷൻ സിന്ദൂർ നടത്താനുള്ള കാരണം എന്താണ് എന്നൊക്കെ ലോകത്തെ അറിയിക്കാനും അത് വിശദീകരിക്കാനും നമ്മുടെ ഭാഗം എന്താണെന്ന് അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് വിവിധ പ്രതിനിധി സംഘങ്ങളെ നമ്മൾ അയച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഐശ്വര്യയുടെ പ്രസക്തി ലോകം മുഴുവനും അണിനിരക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. സിനിമാ ലോകത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കാൻ ഫെസ്റ്റിവൽ എന്ന് പറയാം. അങ്ങനെയുള്ള കാൻ ഫെസ്റ്റിവലിലാണ് ഐശ്വര്യ ആരും പറയാതെ, ഒരാളും പ്രേരിപ്പിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ എന്താണോ എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് അത് ഞാനിതാ ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളെയും ഒറ്റ വസ്ത്രധാരണം കൊണ്ട്, ഒരൊറ്റ പ്രകടനം കൊണ്ട് ലോകം മുഴുവനും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ മഹത്വം, ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അഭിമാനം എന്താണെന്ന് ഐശ്വര്യ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബച്ചൻ കുടുംബത്തിൻ്റെ പാരമ്പര്യവും ഐശ്വര്യ താനൊരു യഥാർത്ഥ മരുമകളാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് പാർലമെന്റിൽ പ്രിയങ്ക വാദ്ര വന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലെ? പാലസ്തീന് തണ്ണിമത്തന്റെ ഒരു നിറമുള്ള ബാഗ്, തണ്ണിമത്തന്റെ രൂപത്തിൽ, തണ്ണിമത്തൻ വെട്ടി മുറിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള ഒരു ബാഗും തൂക്കി പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടെ വന്ന റോബർട്ട് വാദ്രയുടെ ഭാര്യ പ്രിയങ്ക വാദ്രയ്ക്ക്, രാജീവ് ഗാന്ധിയുടെയും സോണിയയുടെയും മകൾ പ്രിയങ്ക വാദ്രയ്ക്ക് ചങ്കൂറ്റമുണ്ടോ ഇതുപോലെ ഒന്ന് വരാൻ, ഒരു ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സാരി ഉടുത്ത് നെറുകയിൽ സിന്ദൂരം തൊട്ടുകൊണ്ട്. അതാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങൾ ഈ സീമന്തരേഖയിൽ സിന്ദൂരം അണിയാറുണ്ട്. റോമൻ കത്തോലിക്കർ, ക്രിസ്തുമത വിശ്വാസികൾ, പ്രത്യേകിച്ചും കേരളത്തിലെ റോമൻ കത്തോലിക്കർ, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശത്തൊക്കെ കഴിയുന്ന ലത്തീൻ കത്തോലിക്കർ, ഇവരൊക്കെ അവരതിനെ ഒരു മതചിഹ്നമായിട്ടല്ല മറിച്ച് സാംസ്കാരിക ചിഹ്നമായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ ദേശീയതയാണ്, ഇന്ത്യൻ പാരമ്പര്യമാണ് എന്നൊക്കെയാണ് അവർ കാണുന്നത്. അതിൽ അവർ അഭിമാനിക്കുന്നു. സ്ത്രീയുടെ ശക്തിയാണ് അത് എന്നാണ് അതിലൂടെ അവർ നൽകുന്ന സന്ദേശം. എന്തായാലും അത്തരത്തിൽ അങ്ങനെ വന്ന് ഈ ഐശ്വര്യ ഒരു വലിയ പ്രകടനമാണ്
അവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യരെ അടിവസ്ത്രം വരെ അഴിച്ച് പരിശോധിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊലപ്പെടുത്തിയ ആ ഭീകരതയ്ക്കുള്ള കൃത്യമായ മറുപടിയാണ് ഐശ്വര്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം അറിയാം. കഴിഞ്ഞ കാൻ ഫെസ്റ്റിവലിൽ മലയാളത്തിൽ നിന്നൊരു നടി, വലിയ അത്ര പോപ്പുലറൊന്നുമല്ല, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതിനെ സിനിമകളൊക്കെ എന്ന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ന്യൂജൻ സിനിമകൾ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ പോലും അതിനെ പെടുത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ചില വളരെ മോശപ്പെട്ട സീനുകളൊക്കെയുള്ള ഒരു ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ നടിയും തോളിൽ ഈ പറയുന്നത് പോലെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഈ തണ്ണിമത്തൻ നിറമുള്ള ബാഗും ചുമന്നാണ് അവർ തോളിലിട്ടുകൊണ്ടാണ് വന്നത്. അന്നത് വലിയ വാർത്തയാകുകയും ഇവിടെ അതൊക്കെ വളരെ ആഘോഷിക്കുകയും ചെയ്തു. ഈ നമ്മുടെ നാട്ടിലെ ഇരട്ടത്താപ്പ് അറിയാമല്ലോ, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുരയ്ക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ കാര്യത്തിൽ സാംസ്കാരിക, സാഹിത്യ, കലാ, സിനിമ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിന് ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 പേർക്ക് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമോ? അവരുടെ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമോ? പാലസ്തീന് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടിയൊക്കെ മുറവിളി കൂട്ടുന്ന നിങ്ങൾ 14,500 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന നിങ്ങൾ, നമ്മുടെ സ്വന്തം മണ്ണിൽ നടക്കുന്ന ഈ കൊടും ക്രൂരതകൾക്കെതിരെ നിങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് എന്തെങ്കിലും ഒരു അനുകമ്പ നിങ്ങൾക്കുണ്ടോ? ഒരു ദയ അവരോടുണ്ടോ? അവരുടെ ആ മരണത്തിൽ നിരപരാധികളായ മനുഷ്യരാണ്, മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടവരാണ്. അവരോട് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും അനുകമ്പയുണ്ടെങ്കിൽ, ആ സംഭവത്തിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ ഇത്തരത്തിൽ നീതി പുലർത്തേണ്ടതല്ലേ? ഈ ചോദ്യത്തിന് നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. ഇത്തരത്തിലുള്ള സാംസ്കാരിക സാഹിത്യ നായകന്മാരും ഇതുപോലെ സിനിമാ താരങ്ങളും ഒന്നും അതിന് ഉത്തരം പറയില്ല. അവർ അയ്യോ ഈ കുറ്റം ചെയ്ത, ഈ ഭീകരപ്രവൃത്തി ചെയ്തവരെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അവർ നിലവിളിക്കും. അവരെപ്പോഴും ഇരയ്ക്കൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പമാണ്. എന്നാൽ പറയുന്നതോ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണെന്ന വാദവും. എന്തായാലും ഐശ്വര്യ റായ് ബച്ചനെ അതിന് കിട്ടില്ല. അവർ യഥാർത്ഥ ഇന്ത്യൻ പൗരയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. അത് ഇന്ത്യൻ പാരമ്പര്യത്തോടും ഇന്ത്യൻ സാംസ്കാരികതയോടും ഇന്ത്യൻ ദേശീയതയോടുമുള്ള അവരുടെ കൂറ് പ്രകടമാക്കുന്നതാണ് ഈ ഒരു നീക്കം. ഈ കാൻ ഫെസ്റ്റിവലിൽ ഇത്തരത്തിൽ വേഷവിധാനങ്ങളോടുകൂടി അവർ വരികയും ഇന്ത്യയുടെ മനസ്സെന്താണ്, പൗരന്മാരുടെ ലക്ഷ്യമെന്താണ്, സ്വപ്നമെന്താണ് എന്നൊക്കെ വിളിച്ചോതുന്ന തരത്തിൽ അവർ കാൻ ഫെസ്റ്റിവലിൽ തൻ്റെ എന്താ പറയുക, ലോകത്തിനൊരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഐശ്വര്യ റായ് ബച്ചൻ.